പ്രാർത്ഥന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. പ്രവാചകൻ തിരുനമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത് ലാ യറുദ്ദുൽ ഖളാഉ ഇല്ല ദുആ. പ്രാർത്ഥന എന്ന് പറയുന്നത് വിധിയെപ്പോലും അള്ളാഹു രേഖപ്പെടുത്തിയ, പടച്ചറബ് രേഖപ്പെടുത്തിയ വിധിയെപ്പോലും മാറ്റിമറിക്കാനുള്ള കഴിവ് പ്രാർത്ഥനക്കുണ്ട് എന്നതാണ്. ഒരായുധമായി, ഒരു വലിയ സംരക്ഷണ കവചമായി പ്രാർത്ഥനകൾ ധാരാളമായി ജീവിതത്തിൽ അധികരിപ്പിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയുമാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകൾ, നാം അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില പ്രാർത്ഥനകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ശ്രമിക്കാനിരിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പല അനുഗ്രഹങ്ങളെയും നാം നിസാരമായി കാണാറുണ്ട്. അതിൽ ഏറെ ശ്രദ്ധേയമായ ഒരു അനുഗ്രഹമാണ് മനുഷ്യന്റെ വസ്ത്രം. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ. ആദമിന്റെ സന്തതികളെ, അഥവാ ആദമിന്റെ സന്തതികളെ എന്ന് പറയുമ്പോൾ വേറെ ആരെയും പറ്റിയല്ല, എന്നെയും നിങ്ങളെയും പറ്റിയാണ് പടച്ച റബ്ബ് ഖുർആനിലൂടെ പഠിപ്പിച്ചത്. ആദമിന്റെ സന്തതികളെ, നഗ്നത മറക്കുവാനായി നിങ്ങൾക്ക് ഞാൻ വസ്ത്രത്തെ അലങ്കാരമാക്കിയിരിക്കുന്നു. ആ വസ്ത്രം ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തരികയും ചെയ്തിരിക്കുന്നു എന്ന് വാനലോകത്തു നിന്ന് വഹീന്റെ സന്ദേശത്തിലൂടെ പടച്ച റബ്ബ് നമ്മളെ ഉണർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ. വസ്ത്രം ധരിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള ആ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ചൊല്ലേണ്ടുന്ന ഒരു പ്രാർത്ഥന റസൂൽ പഠിപ്പിക്കുകയുണ്ടായി. ആ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രമിക്കാം. اللهم لك الحمد أنت كسوتنيه أسألك من خيره وخير ما صنع له وأعوذ بك من شره وشر ما صنع له. ഇതേ രൂപത്തിൽ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും ഒരു ശ്രദ്ധേയമായ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയുണ്ടായി. വസ്ത്രമെന്ന് പറഞ്ഞാൽ കേവലം നാം നിസാരമായി കാണുന്നതാണെങ്കിലും പരിശുദ്ധ ഖുർആനിൽ വസ്ത്രത്തെ ഉപമപ്പെടുത്തിയാണ് അള്ളാഹുവിന്റെ ഒരു അത്ഭുതത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അത് വിവാഹം എന്ന് പറയുന്ന വസ്ത്രമാണ്. ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിനും, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും വസ്ത്രസമാനമായ ധർമ്മം നിർവഹിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ലോകത്ത് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ നമ്മെ കണ്ണഞ്ചിപ്പിക്കുന്ന അള്ളാഹുവിന്റെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടും കേവലം വസ്ത്രത്തെയാണ് പരിശുദ്ധ ഖുർആൻ വിവാഹത്തോട് ഉപമപ്പെടുത്തിയത്. അതങ്ങനെ പറയാൻ കാരണം നമ്മുടെ ശരീരത്തോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ വസ്ത്രമാണ്. നമ്മുടെ ശരീരത്തിന് നിറം പകരുന്നത് നമ്മുടെ വസ്ത്രമാണ്. നമ്മുടെ ശരീരത്തിന്റെ മാന്യതയായി ഏറ്റവും പ്രാധാന്യമുള്ളതാണ് വസ്ത്രം. അതുകൊണ്ട് തന്നെ വസ്ത്രം എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട മതം പഠിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുന്നത്. ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയും റസൂലുള്ളാഹ് നമ്മെ ഉണർത്തുകയുണ്ടായി. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സബ വർസഖനിഹി മിൻ ആരി ഹൗലി മിന്നി വലാ ഖുവ. മനുഷ്യ ജീവിതം വ്യത്യസ്ത മേഖലകളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. വ്യത്യസ്ത സന്ദർഭങ്ങളും വ്യത്യസ്ത ചുറ്റുപാടും മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ ദുനിയാവിൽ ഖുർആനിന്റെ ഒരു ചോദ്യം ഏറെ ശ്രദ്ധേയമാണ്. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന. സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് ഒരു പ്രയാസവുമില്ലാതെ കയറി ചെല്ലാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യരെ എന്നൊരു ശ്രദ്ധേയമായ ചോദ്യം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. അഥവാ മനുഷ്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടം, അതുപോലെ തന്നെ പ്രതിസന്ധികൾ പലതും കടന്നു വരും. ഇങ്ങനെ ദുരന്തങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന ഏറെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഉണർത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹു അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. അള്ളാഹു നൽകിയ വലിയ രണ്ട് അനുഗ്രഹങ്ങളാണ് പ്രവാചകൻ എടുത്തു പറഞ്ഞത്. ഒന്ന് ആരോഗ്യവും അതുപോലെ തന്നെ ഒഴിവു സമയവും. ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ആ വിഷയത്തെക്കുറിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു വിശ്വാസിക്കും ഒരു കാലടിപ്പാത പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉണർത്തിയതാണ്. മാത്രമല്ല, ആരോഗ്യമുള്ള ആളുകൾ, രോഗികളായ, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സമാധാനവും ശാന്തിയും അവരുടെ കൂടെ നിൽക്കണമെന്ന് ഏറെ ശ്രദ്ധേയമായി ഖുർആനും സുന്നത്തും പഠിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ഇസ്ലാമിൽ ഹറാമായ പല വിഷയങ്ങൾ പോലും രോഗികൾക്ക് അനുവദിച്ച് നൽകുന്ന രംഗങ്ങൾ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഇസ്ലാമിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പട്ടുവസ്ത്രം ധരിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. എന്നാൽ
ശരീരത്തിൽ ചർമ്മരോഗം കാരണം പട്ടുവസ്ത്രം ധരിക്കാൻ അനുവാദം കൊടുത്ത 2 സ്വഹാബിമാരുടെ ചരിത്രം ഹദീസുകളിൽ കാണാം. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അതുപോലെ തന്നെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുമ, ഈ 2 സ്വഹാബിമാർക്ക് ചർമ്മരോഗം കാരണം റസൂലുള്ളാഹ് പട്ടുവസ്ത്രം അനുവദിച്ചു കൊടുത്ത രംഗം ഹദീസുകളിൽ ശ്രദ്ധേയമാണ്. ഇതേ രൂപത്തിൽ ഈ പരിശുദ്ധ ഇസ്ലാമിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ധരിക്കൽ നിഷിദ്ധമാണ്, ഹറാമാണ്. എന്നാൽ സ്വർണം ധരിക്കാൻ അനുവാദം കൊടുത്ത ഒരു പുരുഷൻ, അതും ചരിത്രത്തിൽ കാണാം. ജാഹിലിയ കാലഘട്ടത്തിലെ കുലാബ് യുദ്ധത്തിൽ ഒരു സ്വഹാബിയുടെ മൂക്ക്, അറഫ്ജത്ത് ബിൻ അസ്അദ് അത്തമീമി എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ മൂക്ക് മുറിഞ്ഞു പോവുകയുണ്ടായി. അങ്ങനെ ആ മുറിഞ്ഞുപോയ മൂക്കിന്റെ ഭാഗത്ത് ഒരു വെള്ളിയുടെ മൂക്കുണ്ടാക്കി അദ്ദേഹം സ്ഥാപിക്കുകയും, എന്നാൽ അത് ഭേദമാവാതെ അതിൽ നിന്ന് ദുർഗന്ധം വഹിക്കാൻ തുടങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് സ്വർണത്തിന്റെ ഒരു മൂക്കുണ്ടാക്കി ധരിക്കാൻ, അഥവാ പുരുഷന്മാർക്ക് ഹറാമായ സ്വർണം ആ രോഗിക്ക് അനുവദിച്ചു കൊടുക്കുന്ന സാന്ത്വനത്തിന്റെ രംഗവും ഏറെ ശ്രദ്ധേയമാണ്. ഈ രൂപത്തിൽ രോഗികളുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവരെ സാന്ത്വനപ്പെടുത്തുന്ന സംസാരങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം. ഈ രൂപത്തിൽ രോഗികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. اللهم رب الناس اذهب البأس اشفي أنت شافي لا شفاء إلا شفاؤك شفاء لا يغادر سقما. പല മേഖലകളിലൂടെയും പല സന്ദർഭങ്ങളിലൂടെയും കടന്നു പോകുന്ന നമ്മൾ വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത സ്വഭാവത്തിന് ഉടമകളായ ആളുകളെയാണ് പലപ്പോഴും നാം കാണാറുള്ളത്. അറബിയിൽ ഒരു ചൊല്ല് ഏറെ ശ്രദ്ധേയമാണ്, അന്നാസു അജ്നാസുൻ. മനുഷ്യരെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരക്കാരാണ്. 100 ആളുകൾ ഉണ്ടെങ്കിൽ 100 ആളുകൾക്കും വ്യത്യസ്ത സ്വഭാവമായിരിക്കും. സ്വാഭാവികമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഇടപെടുമ്പോൾ പല രൂപത്തിലും കയർത്ത് പല തെറ്റുകളും പാളിച്ചകളും നമ്മുടെ സംസാരത്തിൽ വന്നു പോകാറുണ്ട്. മാത്രമല്ല, തെറ്റാണ് കുറ്റമാണ് എന്നറിഞ്ഞിട്ടും ഹറാമാണെന്നറിഞ്ഞിട്ടും നാം ചെയ്യുന്ന പല തെറ്റുകുറ്റങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമുക്കും പടച്ചറബ്ബിനും മാത്രം അറിയുന്ന ചില രഹസ്യങ്ങളാണ്. ഇത്തരം തെറ്റുകൾ, കുറ്റങ്ങൾ ജീവിതത്തിൽ തെറ്റുവന്നു പോയാൽ അതിൽ നിന്ന് അത് അള്ളാഹു പുറത്തു തരാൻ, അതിൽ നിന്ന് രക്ഷ നേടാൻ, പാപമോചനത്തിന് വേണ്ടി ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഉണർത്തി. اللهم إنك عفو تحب العفو فاعف عني. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് അനേകം പ്രവാചകന്മാരെ പറഞ്ഞയക്കുകയുണ്ടായി. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിനെ ചോദിക്കുന്നുണ്ട്, റസൂലേ, ലോകത്തേക്ക് എത്ര പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്? റസൂലുള്ളാഹിന്റെ മറുപടി 1,24,000 എന്നതായിരുന്നു. അഥവാ 1,24,000 നബിമാർ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാം ഓരോ സമൂഹത്തിൽ നിന്നും നിയോഗിതരാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന ദീനിന്റെ സന്ദേശം പഠിപ്പിക്കാനാണ് അവരെല്ലാം കടന്നു വന്നത്. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു പ്രയോഗം ഏറെ ശ്രദ്ധേയമാണ്. ലോകത്ത് എവിടെയൊക്കെ മനുഷ്യർ ജീവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ നാടിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം BC 5000 വർഷത്തെ, BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന് 5000 വർഷം മുന്നേ ഇന്ത്യയിൽ ആളുകൾ ജീവിച്ചിരുന്നു എന്നതിന് ചരിത്ര തെളിവുകൾ ഇന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ കുടിച്ചെടുക്കപ്പെട്ടത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതിനർത്ഥം യേശു ക്രിസ്തുവിന് 5000 വർഷത്തിന് മുമ്പ് ഇന്ത്യയിൽ മനുഷ്യർ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ നാടുകളിലെല്ലാം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്നതാണ്. ആ പ്രവാചകന്മാരുടെ എല്ലാം പ്രബോധന വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദീനിന്റെ അടിസ്ഥാന തത്വത്തിൽ ഉറച്ചു നിൽക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ആ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന വഹീന്റെ സന്ദേശത്തിലൂടെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാം. യാ മുകല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. ഇതേ രൂപത്തിൽ മനുഷ്യ ജീവിതത്തിൽ പ്രയാസവും മാനസിക വിഷമവും വരുമ്പോൾ പല ആളുകളും നിരാശയുടെ പടുകുടിയിലേക്ക് വീണു പോകുന്നത് മാനസികമായ വലിയ സംഘർഷത്തിന്റെയും ദുഃഖത്തിന്റെയും അവസ്ഥകളിലാണ്. ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചു. اللهم إني أعوذ بك من الهم والحزن والعجز والكسل والجبن والبخل وضلع الدين وغلبة الرجال. പരിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ അടിസ്ഥാന ആദർശ പ്രമാണമാണ്. പരിശുദ്ധ ഖുർആനിലെ ഓരോ ഹറക്കത്തിനും റസൂലുള്ളാഹി പറഞ്ഞത് അലിഫ് ലാം മീം എന്നൊരു മനുഷ്യൻ പാരായണം ചെയ്താൽ
അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ. ഓരോന്നും ഓരോ ഹർഫാണ്. ഓരോന്നിനും 10 വീതം പുണ്യമുണ്ടെന്ന് റസൂൽ പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ് ഇനി നമ്മളിലേക്ക് കടന്നു വരാനുള്ളത്. ആ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക സുജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയുണ്ടായി. നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ നെറ്റിത്തടം, നാം നടക്കുന്ന സ്ഥലത്ത് ആ പരിപാവനമായ നെറ്റി ഭൂമിയിൽ കുത്തി പൂർണ്ണമായ കീഴ്വണക്കത്തോടുകൂടി ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക സുജൂദ്, സഹവിന്റെ സുജൂദ് ഏറ്റവും ശ്രദ്ധേയമാണ്. തിലാവത്തിന്റെ സുജൂദ്. ആ സുജൂദിൽ ചെല്ലാനായി ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വശഖ സമ്മഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി. പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞു, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് സമ്പത്താണ്. സമ്പത്തിനാൽ സാമ്പത്തിക രംഗത്ത് വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. സമ്പത്തിന്റെ പ്രയാസത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയി കടം വാങ്ങി ആ കടം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്കിടയിൽ ധാരാളമാണ്. ഇത്തരം കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സാന്ത്വനമായി പ്രവാചകൻ ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅനിനി ബിഫളിലിക അമ്മൻ സിവാക്. കാലാവസ്ഥ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. കാറ്റും മഴയുമെല്ലാം വലിയ അനുഗ്രഹമായിട്ടാണ് ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. കാറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട, നാം നിസാരമായി കാണുന്ന ഒരനുഗ്രഹമാണ്. നമ്മുടെ ഭക്ഷ്യ ധാന്യവിളകൾ വളരണമെങ്കിൽ കാറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പരാഗണം നടക്കണമെങ്കിൽ കാറ്റ് വളരെ അനിവാര്യമാണ്. കാലാവസ്ഥയുടെ മാറ്റത്തിന് കാറ്റ് അനിവാര്യമാണ്. എന്നാൽ ഇതേ അനുഗ്രഹമായ കാറ്റ് പല സന്ദർഭത്തിലും ദുരന്തമായി നമ്മളിലേക്ക് വന്നു ഭവിക്കാറുണ്ട്. ഈ രൂപത്തിൽ കാറ്റ് വീശുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഹൈരിഹാ വഹൈരി മാ ഫീഹാ വഹൈരി മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. ലോകത്തിന്റെ കാലഗണന തന്നെ ഒരു വൈറസ് കൊണ്ട് രണ്ടായി മാറ്റപ്പെട്ട അവസ്ഥയെ സമകാലിക ലോകത്ത് പോലും നാം കണ്ടു. കൊറോണയ്ക്ക് മുന്നേയുള്ള കാലഘട്ടം, കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടമെന്ന് നമ്മൾ പോലും ഇന്ന് പറയാൻ തുടങ്ങി. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വളരെ സൂക്ഷ്മമായ ഒരു രോഗാണു കൊണ്ട് ലോകം മുഴുവനും മാസങ്ങളോളം അടച്ചിടപ്പെടേണ്ടി വന്നു. ഈ രൂപത്തിൽ മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാർത്ഥന നമ്മെ ഉണർത്തുകയുണ്ടായി. اللهم إني أعوذ بك من البرص والجنون والجذام ومن سيء الأسقام. ഈ പ്രാർത്ഥനകളെല്ലാം ആത്മാർത്ഥമായി ജീവിതത്തിൽ പാലിക്കാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇത് കേട്ട നിങ്ങൾക്ക് മുഴുവൻ ഭാവുകങ്ങളും നേരുന്നു. ഇത് പഠിക്കണമെന്ന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.